CMRൽ രേഖപ്പെടുത്തിയ വ്യാജ ചെലവുകളിൽ പ്രധാനപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി പി വിജയന്റെ മകൾ വീണയ്ക്ക് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ IT കൺസൾട്ടൻസിയുടെ മറവിൽ നൽകിയ 2.78 കോടി രൂപയാണ്. ഇതിനു പുറമെ ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള EICPL എന്ന കമ്പനി വഴി തിരിച്ചടവ് ഉറപ്പില്ലാതിരുന്നിട്ടും എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പയായും നൽകിയിരുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വീണ വിജയൻ തിരുവനന്തപുരത്ത് പിതാവ് പിണറായി വിജയനൊപ്പമാണ് താമസമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ED സംഘം അവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും വീട്ടിലുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ കുറ്റകൃത്യം തെളിയിക്കുന്ന നിരവധി രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ എന്നിവ കണ്ടെത്തിയെന്നും ED പരിശോധനയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നു. വിവിധ ബാങ്കുകളിലായി കണ്ടെത്തിയ ഏകദേശം 242 അക്കൗണ്ടുകളിലായി 18.36 കോടിയോളം രൂപ മരവിപ്പിച്ചു. ഇതിൽ വീണയുടെ 3 അക്കൗണ്ടുകളും എക്സാലോജിക്കിന്റെ HDFC അക്കൗണ്ടും ഉൾപ്പെടുന്നു. വീണയുടെ വ്യക്തിഗത മൊബൈൽ ഫോണും ED കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുൻപ് വീണയുടെ സാന്നിധ്യത്തിൽ തുറക്കണോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമാകുമെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലെ 8.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED സെർച്ച് ടീമിനും CRPF ഉദ്യോഗസ്ഥർക്കും നേരെ ഒരു കൂട്ടം ആളുകൾ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഇഷ്ടികകളും ഇരുമ്പുവടികളും ഉപയോഗിച്ച് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലി തകർക്കുകയും ഒരു ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. ഇത് പെട്ടെന്നുണ്ടായ പ്രതികരണമല്ലെന്നും വ്യക്തമായ ആസൂത്രണത്തോടെ ചിലർ ഒത്താശ ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണമാണെന്നും ED വിലയിരുത്തുന്നു. കൃത്യമായ നിയമ നടപടികൾ പാലിച്ച് ബലപ്രയോഗത്തിന് മുതിരാതിരുന്ന ED നിലവിൽ തിരുവനന്തപുരം പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ അക്രമ സംഭവം വീണ വിജയനെതിരെ നിയമപരമായി ആയുധമാക്കാനാണ് EDയുടെ നീക്കം. കടുത്ത പ്രതിഷേധവും അക്രമവും കാരണം സ്ഥലത്ത് വെച്ച് വീണയുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും അതിനാൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ED കോടതിയെ അറിയിക്കും. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിച്ചാൽ ഈ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ED കടുത്ത നിലപാട് സ്വീകരിക്കും. ആദ്യം CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷം വീണയ്ക്ക് സമൻസ് അയക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി വീണ വിജയന് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് അയക്കും. CMRLൽ നിന്ന് പണം കൈപ്പറ്റിയ മറ്റുള്ളവരിലേക്കും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ ഉറവിടത്തിലേക്കും ED അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. CMRLന്റെ പക്കൽ നിന്നും മുൻപ് പിടിച്ചെടുത്ത ഡയറികളിലെ ചുരുക്കപ്പേരുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിലെ പ്രമുഖ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ച കൈക്കൂലിയുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ED വിശദമായി പരിശോധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ ഈ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അതേസമയം പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും 2016 മുതൽ 2021 വരെ CMRൽ നിന്ന് കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്ന് SFIO അന്വേഷണ റിപ്പോർട്ട്. ഇതിൽ 2.07 കോടി വീണയ്ക്ക് നേരിട്ടും 71 ലക്ഷം എക്സാലോജിക് കമ്പനിക്കുമാണ് CMRൽ നൽകിയിരുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തള്ളിയത് ചൊവ്വാഴ്ചയായിരുന്നു ഹർജി. ഉത്തരവിന്റെ പകർപ്പ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ രാത്രി വൈകുന്നതുവരെ ED സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ ED കൊച്ചി ഓഫീസിലെ യൂണിറ്റ് 4ന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ S സിമിയുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. CMRൽ കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. ഈ കണക്കുകൂട്ടലിലാണ് അവർ കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ അതിവേഗത്തിലുള്ള റെയ്ഡ് ED ആസൂത്രണം ചെയ്തത്. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ പ്രതിഭാഗത്തിന് സമയം നൽകരുത് എന്നതായിരുന്നു EDയുടെ തന്ത്രം. അതിനുമപ്പുറം കേസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ പരിധിയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ കൂടി ഈ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു.